സോ ഹായ് ഓൾ ബിടെക് ട്യൂട്ടറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലാബാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് മൈക്രോ പ്രോസസർ ആൻഡ് കൺട്രോളർ എന്ന് പറഞ്ഞ ലാബാണ്. സോ നിങ്ങൾ ഇത് രണ്ട് സബ്ജക്റ്റ് ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. സിസ്റ്റം സോഫ്റ്റ്വെയർ വേറെയും മൈക്രോ പ്രോസസർ ആൻഡ് കൺട്രോൾ എന്നാണ് സബ്ജക്റ്റ് വേറെയും. അപ്പോൾ രണ്ട് സബ്ജക്റ്റിൻ്റെയും കൂടിയും ഒറ്റൊരു ലാബായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് കുറച്ചൊരു വലിയൊരു ലാബ് തന്നെയാണ്. നമ്മൾ ഇത്രകാലം ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് അസംബ്ലി ലാംഗ്വേജ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. സോ കുറച്ചൊന്ന് ടഫാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മറ്റേ 8086 8085 ഒക്കെ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കിറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നൊരു പ്രോഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. സോ രണ്ട് സബ്ജക്റ്റും കൂടി കമ്പൈൻ ചെയ്യുമ്പം സാധാരണ നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റ്സ് നടന്ന ഒരു 10 എക്സ്പെരിമെന്റ്സ് 15 എക്സ്പെരിമെന്റ് കൊണ്ട് നിർത്തും. പക്ഷെ ഇത് അങ്ങനെയല്ല. സിസ്റ്റം സോഫ്റ്റ്വെയറിന് വേണ്ടി മാത്രം ഒരു 10-12 എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ സബ്ജക്റ്റായ മൈക്രോ കൺട്രോളർ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത്യാവശ്യം കുറച്ച് പണിയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ നന്നായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ സപ്ലി ഒക്കെ കൂടുതലായിട്ടും വരുന്നൊരു ലാബ് സബ്ജക്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ കോളേജും എങ്ങനെയാണോ പിന്നെ വരുന്ന എക്സ്റ്റേണലിനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രീ ആയിട്ട് പറയാനൊന്നും പറ്റത്തില്ല. ഈ പാർട്ടിനാണ് വരുന്നത്, ഈ പാർട്ടിനാണ് വരുന്നതെന്നൊന്നും. പിന്നെ നമ്മൾ കോളേജിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്, ഇപ്പം ചില ടീച്ചേഴ്സ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ പാർട്ടിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നിങ്ങളുടെ കോളേജിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അത് ചോദിക്കും. സോ അത് കുറച്ച് നിങ്ങൾക്ക് സിമ്പിളാണ്. സാധാരണ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക അസംബ്ലറിലെ ഒരു ചോദ്യമായിരിക്കും. ഈ മാസം യൂസ് ചെയ്തിട്ടൊക്കെയുള്ള 8086 അതൊക്കെ ചോദിക്കും. അപ്പം അതൊരു ചെറിയൊരു മാർക്കിനുള്ള വേറൊരു ചോദ്യമായിരിക്കും. ഞാൻ കണ്ട ചില കോളേജിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പാസ്സാവാനും കുറച്ചൊരു ഈസിയാണ്. കാരണം നിങ്ങൾക്ക് C പ്രോഗ്രാം ചെയ്ത് മറ്റേത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും. പഠിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ വന്നാൽ അത് കംപ്ലീറ്റ്ലി മാർക്ക് പോവും. കാരണം ആകെ കുറച്ചൊരു കോഡില്ല. അത് കുറച്ച് നമ്മൾ പറയില്ലേ ഈ അസംബ്ലി ലാംഗ്വേജ് കമൻറ്റ്സ് നിങ്ങൾക്ക് അറിയില്ലേ, ആഡ് വെച്ചിട്ടൊക്കെയുള്ള ചെയ്യുന്ന നമ്മൾ രജിസ്റ്ററിലേക്ക് മാറ്റുന്നതും ലോഡർ അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പാസ് 1 പാസ് 2 ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ സബ്ജക്റ്റിലൊക്കെ. സോ അത് തന്നെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനും പോകുന്നത്. സോ ദ സബ്ജക്റ്റ് ഈസ് CSL 331 സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് മൈക്രോ കൺട്രോളർ ആൻഡ് പ്രോസസർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ലാബ്. MPMC തന്നെയാണ് സബ്ജക്റ്റ്. അത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ലാബാണ്. ഇതിന് 2 ക്രെഡിറ്റ് ഉള്ളൊരു കോഴ്സാണ്. ഇതിന്റെ സിലബസ് നോക്കിയാൽ തന്നെ കാണാം നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മളെ സിലബസ് പാർട്ടിലാണ് നമ്മൾ ശരിക്കും എത്ര എക്സ്പെരിമെന്റ്സ് ഉണ്ടെന്ന് എല്ലാ സിലബസും നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാറ്. ലൈക്ക് ടീച്ചേഴ്സ് നമുക്ക് ലാബിൽ ചെയ്യിക്കാറ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിന്റെ സിലബസിൽ തന്നെ കാണാം. മൈക്രോ പ്രോസസർ ലാബിൽ നമുക്ക് ചെയ്യാൻ 5 എക്സ്പെരിമെന്റ്, അതിൽ തന്നെ നമുക്ക് സബായിട്ട് ചെയ്യട്ടോ. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എക്സസൈസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗിൽ 4-5 എക്സ്പെരിമെന്റ്സ് നമുക്ക് ഫെമിലറൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ മാസം യൂസ് ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ ഈ ആയിട്ട് എല്ലാവരും ഇത് മൊത്തം എന്തായാലും നമ്മുടെ കോളേജിൽ എടുക്കില്ല. കാരണം എടുത്താൽ തീരില്ല. ഇതിൽ ഓരോ കോളേജും ഓപ്റ്റ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലാബ് ഇരിക്കുക. അതേപോലെ ആയിരിക്കും എക്സ്റ്റേണൽ വരുമ്പോൾ നിങ്ങളുടെ കോളേജ് ഓപ്റ്റ് ചെയ്തത് ഏതാണോ അതനുസരിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുള്ളൂ. പൊതുവെ എല്ലാ കോളേജിലും സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ റിലേറ്റഡ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ റിലേറ്റഡ് അസംബ്ലേഴ്സ്, ലോഡേഴ്സ്, മാക്രോ പ്രോസസർ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ, പാസ് 1 പാസ് 2 അതൊക്കെ റിലേറ്റഡ്. അതും C പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ. പാസ് 1 പാസ് 2 അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമായിരിക്കും നമുക്ക് ഈ അസംബ്ലി ലാംഗ്വേജിൽ ഉണ്ടാവുക. C പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. സോ അതൊക്കെ പഠിച്ചാൽ ചില കോളേജിൽ പാസ് 1 പാസ് 2 നിർബന്ധമായിട്ടും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അതിൽ എന്തായാലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മിക്ക കോളേജിൽ എടുക്കും. എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ് വരാറ്. സോ ഞാൻ ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എടുക്കുന്നത്. അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേലേക്ക് പോയിട്ട് അഥവാ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് നല്ലൊരു നഷ്ടം തോന്നും. സോ ഫസ്റ്റ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ എടുക്കാം. അതിൻ്റെയാണ് വൈവയും കൂടുതൽ ചോദിക്കാറ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലെ വൈവയും ചോദിക്കും. ഇപ്പോൾ വൈവ പ്ലസ്
ലാബ് പ്രോബ്ലം ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പ്ലസ് തിയറിയും പറയുന്നുണ്ട്. കാരണം ലാബിൽ പോയി കയറി ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊക്കെ വിചാരിക്കും ലാബിൽ ലൈക്ക് ആ കോഡ് പഠിച്ചിട്ട് പോയി ലാബ് ചെയ്യാന്ന്. ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലാബിന്റെ പിന്നിലുള്ള ലൈക്ക് ആ ഒരു കോഡ് ചെയ്യുന്നതിന് മുമ്പേ അതിനൊരു കൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ ഏതാ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു വേസ്റ്റ്, ഫസ്റ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, അതൊക്കെ പഠിച്ചിട്ടില്ല. അതിലിപ്പം ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോറി അറിഞ്ഞിരിക്കണം. എന്നിട്ട് അത് ലാബിൽ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കോഡ് റൺ ചെയ്ത് പോവല്ല വേണ്ടത്. കോഡിന്റെ പിന്നിലുള്ള സ്റ്റോറി മീൻസ് അതെന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമുക്ക് എന്ത് ഔട്ട്പുട്ട്. പലരുടെയും ഒരു പ്രശ്നമാണ് എന്താ ഔട്ട്പുട്ട് എന്ന് അറിയാതെയായിരിക്കും കോഡ് റൺ ചെയ്യുന്നുണ്ട്. ആ കോഡ് റൺ ചെയ്തിട്ട് ചോദിക്കും ഇതാണോ ഔട്ട്പുട്ട്, അങ്ങനെ ചോദിച്ചവരായിരിക്കും. സോ ഔട്ട്പുട്ട് എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്ന ഗുണം തന്നെ നമുക്ക് കോഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ അല്ലേ. അപ്പം നമുക്കിത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയണം കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ വ്യൂവില്, കണ്ടന്റ് ഡിസ്പ്ലേ ഒക്കെ അല്ലേ. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളുടെ ഹാർഡ്വെയറിനെയും നമ്മളെ സിസ്റ്റത്തായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ കൺട്രോൾ ചെയ്യാനും അതിനൊക്കെ ചെയ്യാൻ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഒരു പ്രോസസ് എപ്പോഴാണ് നമ്മൾ ലൈക്ക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഒരു പ്രോഗ്രാം അല്ലെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യുന്നത്, ഒരു പ്രോസസ്സായിട്ട് മാറുകയാണത് അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. ആദ്യം നമ്മളൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും, അതാണ് ന്യൂ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ റൺ ചെയ്യും അല്ലേ. ക്രിയേറ്റ് ചെയ്യും, റൺ ചെയ്യും. ക്രിയേറ്റിംഗ് ആണ് നമ്മൾ ന്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കിട്ടിയ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും വെയിറ്റിംഗ് സ്റ്റേജിൽ. ഇപ്പം ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. പിന്നെ റെഡി, പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെഡിയിൽ ഉണ്ടാവുക എന്ന് പറയുക. ടെർമിനേറ്റഡ്, പ്രോസസ്സ് എക്സിക്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് ഇറങ്ങി വരുന്നത്, അതിനെയാണ് നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയുക. ഇതൊക്കെയാണ് ഒരു പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിളിലുള്ള ലൈക്ക് ഒരു പ്രോസസ്സ് ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നവരുള്ള സ്റ്റേറ്റുകൾ. അപ്പം ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദി സ്റ്റേറ്റ്സ് ഓഫ് പ്രോസസ്. ന്യൂ അല്ലെങ്കിൽ ബിഗിൻ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി ആൻഡ് ടെർമിനേറ്റഡ്. ഓക്കെ അല്ലേ. ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ്, അത് എന്തായാലും പഠിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ എത്രയോ തവണ പഠിച്ചിട്ടുണ്ടാകും, 2-3 സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടത്. അപ്പാർട്ട് ഫ്രം ദി പ്രോഗ്രാം കോഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് കറന്റ്ലി ആക്റ്റീവ്ലി റെപ്രസെന്റഡ് ബൈ, നമുക്കറിയാം എന്തൊക്കെയാണ് പ്രോഗ്രാം കൗണ്ടർ. ഇതൊന്നും അത്ര വേണ്ട, നമുക്കത് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നോക്കാം നെക്സ്റ്റ്.